ഡേ എന്തൊക്കെയുണ്ട്? അപ്പോൾ കണ്ടായിരുന്നോ ഉസ്മാൻ ബക്ലി? അപ്പോൾ ഞാൻ സത്യം പറഞ്ഞുണ്ടല്ലോ, ഞാൻ സത്യം പറഞ്ഞാൽ വീഡിയോ ഇടത്തില്ലായിരുന്നു. കാരണം നമ്മളൊക്കെ നോർമൽ ആളുകളാണല്ലോ. അപ്പോൾ ഞാൻ ഉസ്മാനെ എഴുതി തള്ളിയിരുന്നു. നമുക്ക് റെസ്പെക്റ്റ് ഒക്കെ ഉണ്ട്. നോക്കിയപ്പോൾ ഉണ്ട് ഉസ്മാൻ ജയിച്ചിരിക്കുന്നു. ഈ ഭയങ്കര സന്തോഷമായി പോയി കേട്ടോ, ഭയങ്കര സന്തോഷം. കാരണം അവിടെയൊക്കെയാണ് ഈ നമ്മളുടെ ഒരു ആവറേജ് മൈൻഡേ. നമ്മൾ ഈ ഉസ്മാൻ്റെ ഫ്യൂസ് പോയെന്ന്. അപ്പോൾ നമ്മളങ്ങനെ വിചാരിക്കുന്നിടത്ത് ഉസ്മാനെ പോലുള്ള ആളുകൾ അങ്ങ് കത്തി കയറി. ഭയങ്കര സന്തോഷമായി പോയി കേട്ടോ, ഭയങ്കര സന്തോഷമായി, ഭയങ്കര മോട്ടിവേറ്റിംഗ് ആയിപ്പോയി. കാരണം കണ്ടായിരുന്നോ നല്ല അത്യുഗ്രം പെർഫോമൻസ് ആയിരുന്നു. അപ്പം അതിനകത്തും പലവരുടെയും കമൻ്റൊക്കെ, കുറച്ച് പേര്, അധികം ഇല്ല, എല്ലാവരും തന്നെ ഉസ്മാനി സപ്പോർട്ടാണ്. കുറച്ച് പേരുടെയൊക്കെ കമൻറ്റ് അതായത് ബോറിംഗ് ആണ്, ടേക്ക് ഡൗൺ ഇഷ്ടപ്പെട്ടില്ല. ടേക്ക് ഡൗൺ ഇല്ലാതെ ഇപ്പോൾ ഇത് നിങ്ങൾ വല്ല ക്വിക്ക് ബോക്സിങ്ങോ മൊയ്ത്തയോ ഒക്കെ പോയി ചെയ്യണം. ബക്ലി പോലും സമ്മതിച്ചു. ബക്ലിയുടെ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, പോസ്റ്റ് ഫൈറ്റ് ഇൻ്റർവ്യൂ. ആ ഒരു മൊമെൻറ്റിലേക്ക് ബക്ലിയുടെ സ്ട്രൈക്കിംഗ് ഉണ്ടല്ലോ, അത് വർക്കൗട്ട് ആവുന്നുണ്ടായിരുന്നു. അപ്പം തന്നെ ഉസ്മാൻ ടേക്ക് ഡൗൺ ചെയ്തു, ബ്യൂട്ടിഫുൾ. പിന്നെ എനിക്ക് പൊതുവേ എന്ന് പറഞ്ഞാൽ ഈ ടേക്ക് ഡൗൺ ഒക്കെ ഭയങ്കര താല്പര്യമാണ്. ഒരു താല്പര്യമുള്ള സംഭവമാണ്. അപ്പം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഞാനും പ്രഡിക്ഷൻ വീഡിയോ ഒന്നും ഇറക്കിയില്ല. ഞാൻ ഇതിനെപ്പറ്റി സംസാരിച്ചില്ല. കാരണം ഞാൻ വിചാരിച്ച് ഉസ്മാൻ പൊരുതും എന്നറിയാം, പക്ഷെ തോക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ കം ബാക്ക്, ഗ്രേറ്റ് എന്നല്ല എന്തോ പറയുന്നേ. ടേക്ക് ഡൗൺ ആഫ്റ്റർ ടേക്ക് ഡൗൺ. പിന്നെ ഉസ്മാന്റെ പോസ്റ്റ് ഫൈറ്റ് ഇന്റർവ്യൂ ഒക്കെ കണ്ടായിരുന്നു. നല്ല പുള്ളി ഇമോഷണലായി പോയി. എന്തൊക്കെയോ ഇതുണ്ട്, എല്ലാവരുടെയും ഉണ്ടല്ലോ മൈൻഡിൽ. അപ്പം ഞാനാണെങ്കിൽ അങ്ങ് ബോറടിച്ചിരിക്കുമായിരുന്നു. ഞാൻ വിചാരിച്ച് അപ്പോൾ ഇത് ഇപ്പോൾ ഉസ്മാൻ ജയിക്കുമ്പോൾ നമ്മൾ എങ്ങനെ വീഡിയോ ഇടാതിരിക്കും? അങ്ങനെ ആയിപ്പോയി. ഇപ്പോൾ ഉസ്മാൻ നല്ലോണം സംസാരിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് പുള്ളി ഭയങ്കര ഇമോഷണലായി പോയി. പിന്നെ ഈ ഇതുണ്ടായിരുന്നല്ലോ ബക്ലി സമ്മതിച്ചു കേട്ടോ. ഉസ്മാന്റെ നല്ലൊരു, പുള്ളി അങ്ങനെ ട്രാഷ് ടോക്കിങ് നടത്തിയില്ല. പുള്ളി സമ്മതിച്ചു, ട്രാഷ് ടോക്കിങ് നടത്താനൊന്നും ഇല്ലല്ലോ. അതായത് പോസ്റ്റ് ഫൈറ്റേ പുള്ളി അംഗീകരിച്ചു ഉസ്മാനാണെന്നുള്ളത്. ഗ്രേറ്റ്. നിങ്ങൾക്കിത് എത്ര പേർക്ക് ഇത് മനസ്സിലാവുന്നുണ്ടെന്ന് അറിയത്തില്ല. ആ ഒരു ഹയസ്റ്റ് ലെവലാണ്. നമ്മൾ ഓൾറെഡി ഒരു ഇൻസ്റ്റയിലൊക്കെ ഇട്ടിരുന്നല്ലോ, ഹയസ്റ്റ് ലെവൽ ഓഫ് പെർഫോമൻസ് ആണ്. ഇവിടെ വന്ന് ഇങ്ങനെ ഒരു പെർഫോമൻസ് എന്നൊക്കെ പറയാം. പ്രത്യേകിച്ച് എനിക്കിപ്പോഴും ഉണ്ടല്ലോ ഉസ്മാന്റെ ആ ഒരു എഡ്വേർഡ്സിന്റെ നോക്കൗട്ട് ഉണ്ടല്ലോ, അതാ ഇങ്ങനെ കിടക്കത്തില്ലേ, അതാ ഓർമ്മ വരുന്നത്. അതിൽ നിന്ന് കരകയറി ഇവിടുന്ന് ഈ പൊസിഷനിലേക്ക് എത്തുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതും ബക്ലിയെ പോലുള്ള ഒരു ഫൈറ്ററിനെതിരെ, യങ് ഫൈറ്ററിനെതിരെ, അൺബിലീവബിൾ. ഈ വീഡിയോ സത്യം ഞാൻ ഇന്ന് വീഡിയോ ഇടുന്നില്ല. കാരണം ഉസ്മാൻ തോറ്റു എന്നാണല്ലോ നമ്മൾ വിചാരിക്കുന്നത്. ബിലോ ആവറേജ് മൈൻഡ് സെറ്റാണ് നമ്മളൊക്കെ. അവിടെ എബോ ആവറേജ് പെർഫോമേഴ്സൊക്കെ ജയിച്ച് കാണിക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ പിന്നെ വീഡിയോ ഇടാതിരിക്കുന്നത് എങ്ങനെയാ? ഉസ്മാൻ ജയിച്ച് കണ്ടായിരുന്നു, തമ്പനയിൽ കണ്ടായിരുന്നു. ഉസ്മാൻ ജയിച്ച് ഭയങ്കര സന്തോഷമായി പോയി. ഇനിയിപ്പം വേറെ ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട് ഉസ്മാന്റെ ഫ്യൂച്ചറും കാര്യങ്ങളും ഒക്കെ. അത് പിന്നീട് സംസാരിക്കാം. എന്നാലും കമാറു ഉസ്മാൻ എല്ലാവരും ഒന്ന് എണ്ണീറ്റ് നിന്ന് കൈകൊട്ടേണ്ടതാണ്. ഈ വീഡിയോ കമാർ ഉസ്മാന് വേണ്ടി. പിന്നെ കാണാം കേട്ടോ.